ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2016 റിയോ പാരാലിമ്പിക്സിൽ സിൽവർ മെഡൽ ഷോട്ട് പുട്ടിന് നേടിയ ദീപ മാലിക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ആൻഡ് ആദ്യമായിട്ട് പാരാലിമ്പിക്സിലൊരു മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതയും കൂടെയാണ് ദീപ മാലിക്. അവർ വെറും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റി എന്നുള്ള നിലയിൽ മാത്രമല്ല തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ബട്ട് ഒരു സ്പോർട്സ് ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലും കൂടെയാണ്. സോ അവരോട് ചോദിക്കുന്നുണ്ട്, അതായത് മുൻപൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഡിസബിലിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു സ്പോർട്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവർക്കൊരു ന്യൂ ഐഡൻറ്റിറ്റി വേണമായിരുന്നു. അതായത് ഇപ്പം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട്. അത് കൂടുതലായിട്ട് സമൂഹത്തിൽ എന്താ പറയുന്ന ആളുകൾ അവർ ഡിപ്രസ്ഡ് ആയിരിക്കും. ഓക്കെ, അവർക്ക് ഇപ്പം ഇവരുടെ കേസിലാണെങ്കിൽ ഒരു വീൽ ചെയറിലാണ്, അവർക്ക് നടക്കാൻ കഴിയുന്നില്ല, അപ്പോൾ അവർ സങ്കടത്തിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ദീപാമാലിക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ സന്തോഷവതിയായിരുന്നു. അവർ കൂടുതൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ ശ്രമിച്ചു. അപ്പോൾ എന്താ പറയുന്നത്, ആർമി ഫങ്ഷൻസിൽ, അതായത് ആർമി വൈഫ്സ് വെൽഫെയർ അസോസിയേഷൻ അങ്ങനത്തെ ഫങ്ഷൻസിലൊക്കെ ഒരുപാട് പങ്കെടുത്തു. ഒരു സ്വന്തമായിട്ടൊരു ഓൺടർപ്രണർഷിപ്പ് പ്രോജക്റ്റ് തുടങ്ങി. അപ്പോൾ ഇൻ കേസ് അവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരൊരു ഫങ്ഷൻ്റെ എന്താ പറയുന്നത് ആങ്കറിങ് പരിപാടികൾ ഏറ്റെടുക്കും. അല്ലെങ്കിൽ അവർ ബൈക്കിങ്ങിന് പോയി, സ്വിമ്മിങ്ങിന് പോയി, റാലിയിങ്ങിന് പോയി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേൾഡിനോട് കാണിച്ചു കൊടുക്കണമായിരുന്നു എന്ത്, അവരിങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിൽ പോലും അവർക്ക് സന്തോഷത്തിന് യാതൊരു കുറവുമില്ല. അവരതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് ജീവിക്കാനും സാധിക്കുമെന്നുള്ളത്. പിന്നെ ദീപ മാലിക്കിനോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പോർട്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഇൻസ്പിറേഷൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നത്, അവർ സ്പോർട്സ് ഫീൽഡിലോട്ട് വന്നത് ഒരു സ്പോർട്സ് പേഴ്സൺ എന്നുള്ള മൈൻഡ് സെറ്റിലല്ല, മോർ ദാൻ ദാറ്റ് അവർക്കതൊരു സോഷ്യൽ കോസ് എന്നുള്ള രീതിക്കായിരുന്നു. ആ ഒരു സോഷ്യൽ ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഒരു ഡിസേബിൾഡ് പേഴ്സൺ എങ്ങനെയായിരിക്കും സ്പോർട്സ് ഫീൽഡിൽ അവർക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ളത്. അതായത് പല സമയത്തും, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പാരാലിമ്പിക്സിൽ അങ്ങനത്തെ, അതായത് പാരാ സ്പോർട്സ് ഫീൽഡുകളിൽ എന്തിലാണെങ്കിലും ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടത്ര ഫണ്ടിങ് ഇല്ല, വേണ്ടത്ര നല്ല ഫെസിലിറ്റീസ് ഇല്ല. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിൽ പോലും ലിഫ്റ്റുകൾ പോലും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ വീൽ ചെയർ കയറ്റാൻ വേണ്ടിയിട്ട് റാമ്പുകൾ ഉണ്ടാവില്ല. അപ്പോൾ ദീപമാലിക്ക് പറയുന്ന പല സമയത്തും ഇവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറേഷൻസ് ഒന്നുമില്ല. മാത്രമല്ല അവർ സന്നദ്ധാൻ വേണമായിരുന്നു അവർക്ക് വേണ്ട ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ നിർത്തി പോവുകയാണെങ്കിൽ പോലും പല അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളും എന്ത് ചെയ്യും, ഞങ്ങൾ ഇനി വിസയ്ക്ക് എന്ത് ചെയ്യും, അങ്ങനത്തെ കാര്യം, അതായത് എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുക, ആരാണ് നമുക്ക് എന്താ പറയുക ഫണ്ടിങ്ങിന് വേണ്ടി നമുക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ വീണ്ടും ഓക്കെ ഞാൻ തന്നെ ചെയ്യാം, കുറച്ചുകൂടെ നോക്കാം, ഒരു കൊല്ലം കൂടെ നോക്കാം, അങ്ങനെയുള്ള രീതിയിൽ പോയി അവർ ഇതിൽ നിന്നത്. പിന്നെ അവർ പറയുന്ന അവർക്ക് തമാശയായിട്ട് തോന്നിയൊരു ഇൻസിഡൻ്റാണ്. പക്ഷെ അത് വെറും തമാശയല്ല, നമ്മളുടെയൊക്കെ ഒരു അറിവില്ലായ്മയും കൂടെയാണ് കാണിക്കുന്നത്. അതായത് 2010 ഒരു ജേർണലിസ്റ്റ് അവരുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുക പാരച്യൂട്ട് വെച്ചിട്ട് ജമ്പ് ചെയ്യുക, വിച്ച് ഈസ് നോട്ട് ഈവൺ ആൻ കോമൺവെൽത്ത് ഗെയിംസ്, അതായത് കോമൺവെൽത്ത് ഗെയിംസിൽ അങ്ങനെ ഒരു ഐറ്റം പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുന്നത് പാരച്യൂട്ട് വെച്ച് ജമ്പ് ചെയ്യുക എന്നുള്ളത്. സോ ബേസിക്കലി അയാൾ പാരാലിമ്പിസ്റ്റ് എന്നുള്ളതിനെ പാരച്യൂട്ടുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് ഈവൺ ഒരു ജേർണലിസ്റ്റിന് പോലും അറിയില്ല എന്ത് ഒരു പാരാ സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്നുള്ളത്. അപ്പോൾ അവർ അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തത്, ഞാനൊരു പാരാ അത്ലറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്ന ആ ഒരു ലൈനാണ് എന്നെ ഡൽഹിയിൽ തന്നെ നിർത്തി എന്നെക്കൊണ്ടാവുന്നതും എല്ലാം ഈ പാരാ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാനും അതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്നെ ശക്തിപ്പെടുത്തിയത്. അപ്പോൾ അവർ പിന്നെയും പറയുന്നുണ്ട് എന്താ, ഐ എം മോർ ലൈക്ക് എൻ ആക്ടിവിസ്റ്റ് ദാൻ എ സ്പോർട്സ് പേഴ്സൺ. പിന്നീട് അവരോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തുടങ്ങിയ സമയം തൊട്ട് തന്നെ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും, ഇത് വെറുതെയാണ്, ഇതുകൊണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും ക്വിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് മതി നിർത്തിയേക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ചലഞ്ചസ് ആണ് എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. സോ ദീപ മാലിക്കിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊരു സ്പൈനൽ ട്യൂമർ കാരണമാണ് അവർക്ക് ചലനശേഷി നഷ്ടപ്പെട്ടത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പാരൻസ് ചെറുപ്പം തൊട്ടേ അവരിൽ ഒരുപാട് അധികം എന്താ പറയുക അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കൂടെ തന്നെയാണ് അവർക്ക് ഇത്രയധികം ചലഞ്ചസൊക്കെ ഏറ്റെടുക്കാനും അതിന് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റിയോ മെഡൽ
കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതേപോലത്തെ കുറേ കമൻസ് ആണെന്നാണ് പറയുന്നത്. അതായത് പ്രായമായി, ഇനി എന്താ, ഓൾറെഡി അർജുന അവാർഡ് 42-ാം വയസ്സിലാണ് കിട്ടിയത്, പാരാലിമ്പിക്സിൽ പോയാലും ഇനി മെഡലൊന്നും കിട്ടില്ല, വെറുതെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് പോരാ, അങ്ങനത്തെ രീതിയിലുള്ള കുറേ അധികം കമൻസ് ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ കുറേ ചലഞ്ചസ് ആണ് അവരെ എന്ത് ചെയ്യുന്നതിന് ആ ഡിറ്റർമിനേഷൻ അവർക്ക് കൂട്ടിയത്. അങ്ങനെയാണ് അവർ മെഡലിസ്റ്റ് ആയത് എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ തന്നെ കോയിൻ ചെയ്തൊരു ഫ്രേസിനെ കുറിച്ചാണ് അവരോട് ചോദിക്കുന്നത്. അതായത് എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി എന്നുള്ളത്. അതായത് അവർ കായിക മേഖലയിൽ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ച സമയത്ത് അവർ കൊണ്ടുവന്ന ഒരു ടേം, ഒരു ഫ്രേസാണ് എന്ത്, എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി. അതായത് ഡിസബിലിറ്റിക്കും മേലെ ആണ് എബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് മാത്രം നമ്മളെ എന്ത് പറയില്ല, ലിമിറ്റഡ് ആക്കി നിർത്താനാവില്ല. അതിന് മുകളിൽ പോകുന്ന എബിലിറ്റി നമുക്കുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷനാണത്. കാരണം ആ സമയത്ത് അവർക്ക് 36 വയസ്സുള്ള സമയത്ത് അവരോട് ചോദിച്ചിരുന്നു, ഒരു നാഷണൽ ട്രയലിൻ്റെ സമയത്ത്, എന്തുകൊണ്ട് 36-ാം വയസ്സിൽ, എന്തുകൊണ്ട് ഇപ്പോൾ? അപ്പോഴാണ് അവർ പറയുന്നത് എന്ത്, ഇതെൻ്റെ മിഷനാണ്, എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി എന്നുള്ളത്. അതായത് അവർക്ക് അവരുടെ ലൈഫ് കൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കണമായിരുന്നു എന്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും അവരെ ലിമിറ്റ് ചെയ്ത് നിർത്താൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അവരൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു എയർലൈനിൽ അവർ ഇൽട്രീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരോട് ചോദിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സണ് ഫേസ് ചെയ്യേണ്ടി വരിക, ആൻഡ് എന്തൊക്കെയാണ് അതിൽ മാറേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽ ട്രീറ്റ്മെൻ്റ് അല്ല, അത് കൂടുതലായിട്ടും അറിവില്ലായ്മയാണ് എന്നാണ് പറയുന്നത്. അതായത് വീൽ ചെയറിലുള്ള പാസഞ്ചേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൽ അറിവില്ലായ്മ, ആ ഒരു സിംപത്തറ്റിക് ആൻഡ് എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡുകൾ ഇനിയും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് ഇപ്പോൾ ആ എയർലൈൻസ് അതിന് വേണ്ട സ്റ്റെപ്സൊക്കെ എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ മാറ്റം വന്നു. ഇപ്പോൾ അവർ അതിനായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ വളരെയധികം സന്തോഷവതിയാണ് ആ കാര്യത്തിൽ. കാരണം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. നമ്മൾ ലോകത്തിൻ്റെ ഉച്ചിയിലാണ് നിൽക്കുന്നത്. ഇത്രയധികം പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ലാക്ക് ചെയ്യുന്ന 2 ഏരിയ എന്ന് പറയുന്നത്, ഒന്ന് ക്ലെൻലിനെസ് ആണ്, വൃത്തിയാണ്. രണ്ടാമത് ദ സെൻസിറ്റൈസേഷൻ ഓഫ് ഇൻക്ലൂസിവിറ്റി. നമുക്ക് ആളുകളെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് എസ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ട് സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് എത്താത്ത ആൾക്കാർ, അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അതും കൂടി ശരിയായാൽ നമ്മൾ ഏറ്റവും പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് മാറുമെന്നാണ് ദീപാ മാലിക് പറയുന്നത്. അതിൽ ഡിസേബിലിറ്റിയുടെ കേസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇനി ഡെവലപ്ഡ് ആവാനുള്ളത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്. പബ്ലിക് ഏരിയാസൊക്കെ കുറച്ചും കൂടെ ഇൻക്ലൂസീവ് ആവേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ടുന്ന റാംസോ, അല്ലെങ്കിൽ അവർക്ക് റോഡിൽ എന്താ പറയുന്നത്, സൈഡ് റോഡിലേക്ക് അല്ലെങ്കിൽ വാക്ക് വേയിലേക്ക് കയറാനുള്ള പ്രൊവിഷൻസോ, ലിഫ്റ്റുകൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അത് ഡിസേബിൾ ഫ്രണ്ട്ലി ആണെങ്കിൽ അത് കാണുന്ന ആളുകളും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഓർക്കും എന്തൊക്കെ ഇങ്ങനത്തെ ആളുകളും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരും നമ്മളെ ചുറ്റും ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നുള്ള മോഡിലേക്ക് ആവും. അതായത് നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് ചിന്തിക്കുന്നുമില്ല എന്നുള്ളതിലേക്ക്. പിന്നീട് അവരോട് ചോദിക്കുന്നത് ഇന്ത്യയിലെ സ്റ്റേഡിയംസ് ഡിസേബിൾ ഫ്രണ്ട്ലി ആണോ എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതായത് കുറച്ച് കാലം മുൻപ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഡൽഹിയിലെ ഒരു പാരാ അത്ലറ്റ് അക്സെപ്റ്റബിലിറ്റി അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അവരും പങ്കെടുത്തിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗാന്ധിനഗറിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെക്ടറിൽ പുതിയ ലിഫ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡിസബിലിറ്റി എക്സലൻസ് സെൻറ്റർ പാരാസ്പോർട്സിന് വേണ്ടിയുള്ളത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഭാവിയിലൊരു ബിൽഡിങ് പണിയുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈൻ ഫേസിൽ തന്നെ എന്താ പറയുന്നത്, എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ട് അത് നിർമ്മിക്കാൻ ശ്രദ്ധിച്ചാൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ബിൽഡിങ്സിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാംസ്, ലിഫ്റ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ നന്നാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നീട് ചോദിച്ചത് പാരാ അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ള കോച്ചസ് ഇഷ്ടം പോലെ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ടീമിനെ കോച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരു സ്പോർട്സ് പേഴ്സണെ കോച്ച് ചെയ്യുന്ന കോച്ചിന്
ഈ പാരാ അത്ലറ്റിൻ്റെ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതിനോട് ചേർന്നുകൊണ്ട് യോജിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാ അത്ലറ്റ്സിനെ കോച്ച് ചെയ്യുന്ന അവർക്ക് കുറച്ചും കൂടി ഇമോഷണൽ, മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ആയിട്ട് അവർ ട്രെയിൻഡ് ആവണം. കാരണം അവർ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇവരുടെ ഡിസേബിലിറ്റി എന്നുള്ളത്. ഇപ്പോൾ മസിൽ ഫങ്ഷനാലിറ്റിയുടെ ബുദ്ധിമുട്ടാണോ, എന്ത് തരത്തിലുള്ള ഡിസബിലിറ്റിയാണ് ഇവർക്കുള്ളത്, അതിനോട് എമ്പത്തൈസ് ചെയ്തിട്ട് വേണം ആ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അബ്രോഡിലൊക്കെ ആണെങ്കിൽ ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ട് കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലും വന്നാൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. സോ അവർക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല പാനൽ മീറ്റിങ്ങിലും ഗവൺമെൻറ്റുമായിട്ട് മീറ്റിങ്ങിലും നടക്കുമ്പോഴൊക്കെ ഈ കാര്യം പറയാറുണ്ട്. അതിനെക്കുറിച്ച് അവർ എഴുതാറുമുണ്ട്. അപ്പോൾ അവരിപ്പോൾ കുറച്ച് സ്വന്തമായിട്ടൊരു അക്കാദമി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫണ്ടിങ് കുറേയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ അവരോട് ചോദിക്കുന്നത്, അവർ റാലി ഡ്രൈവറായിരുന്നു, സ്വിമ്മറായിരുന്നു, അതുപോലെ തന്നെ ജാവലിൻ ത്രോയിൽ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിസ്കസ് ത്രോയിലും. പിന്നെ എങ്ങനെയാണ് അവർ ഷോർട്ട് പുട്ടിലേക്ക് എത്തിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജാവലിനിൽ വേൾഡ് നമ്പർ 2 സ്പോട്ടിൽ എത്തിയതായിരുന്നു ഇൻ F53 കാറ്റഗറി. അതുപോലെ തന്നെ അവർ ഇൻചോൺ ഗെയിംസിൽ ന്യൂ ഏഷ്യൻ റെക്കോർഡോട് കൂടി ഒരു മെഡലും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏഷ്യൻ ഗെയിംസിന് ശേഷമാണ് അവർ അറിയുന്നത്, റിയോ പാരാലിമ്പിക് ഗെയിംസിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് ഇവരുടെ ഡിസബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആകെ ഷോർട്ട് പുട്ട് മാത്രമാണ് എന്നുള്ളത്. സോ ഷീ വാസ് നോട്ട് ആസ് ഗുഡ് ആസ് ഇൻ ഷോർട്ട് പുട്ട് വെൻ കമ്പയർഡ് ടു അതർ സ്പോർട്സ്. തന്നെ ആദ്യം നടന്ന ദോഹ വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ അവരുടെ പെർഫോമൻസ് മോശമായിരുന്നു. ഒരു 11 മാസത്തെ പ്രാക്ടീസും എല്ലാം ആയിട്ട് ഇമ്പ്രൂവ്മെൻ്റൊക്കെ ആയിട്ട് അവർ റിയോയിൽ പാരാലിമ്പിക്സിൽ മെഡലെടുത്തു. നെക്സ്റ്റ് ഫണ്ടിങ്ങിനെ കുറിച്ചാണ്, എസ്പെഷ്യലി സെൻട്രൽ ബഡ്ജറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ ബേസിക്കലി സ്പോർട്സ് പ്രൊമോഷൻ എമംഗ് ഡിസേബിൾഡിന് വേണ്ടിയിട്ടുള്ള ഇതിൽ ഒരു 99.75% കുറവുണ്ടായിട്ടുണ്ട്. അതായത് 4 കോടിയിൽ നിന്ന് അത് 1 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് എന്ത് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അതങ്ങനെയല്ല, അതിനൊരു സെപ്പറേറ്റ് ഫണ്ടിങ് ഇനി വരാനുണ്ട് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫണ്ടിങ് പ്രോഗ്രാം ഇതിന് വേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പറ്റീഷൻസിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല എന്നവർ പറയുന്നുണ്ട്. കാരണം ഡിസേബിലിറ്റി അഫയേഴ്സ് മിനിസ്ട്രിയുടെ ബഡ്ജറ്റിലും ഈ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നല്ലൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 മിനിസ്ട്രിയിൽ നിന്ന് അവർക്ക് ഹെൽപ്പ് കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാ സ്പോർട്സ് എന്നുള്ളത് PMOയുടെ ഹൈ പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നീട് അവരോട് ചോദിക്കുന്നത് ജയിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്നാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഇന്ത്യ കംപ്ലീറ്റ്ലി ഇൻക്ലൂസീവ് ആവുക എന്നുള്ളതാണ്. കാരണം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആണെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും, എന്ത് ഹോബി, എന്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റിയും, എന്ത് ജോബും എഡ്യൂക്കേഷനും ഒക്കെ ഫ്രീ ആയിട്ടും ഈസിലി ആക്സസിബിളും ആയിട്ടും ഉണ്ടാവുക. അപ്പോൾ ഫ്രീ എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യലി ഫ്രീ എന്നല്ല, നേരെ മറിച്ച് ഈസിലി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ആ ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഫിസിക്കൽ ബാരിയേഴ്സ് മാത്രമല്ല, ഹ്യൂമൻ മൈൻഡിലും സൈക്കിയിലും ഉള്ള ബാലൻസ്, അതുപോലെ തന്നെ നമ്മളുടെ അതിനോടുള്ള ഒരു സെൻസിറ്റൈസേഷൻ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ ബിൽഡിങ്സിൽ, അങ്ങനത്തെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒക്കെയുള്ള മാറ്റങ്ങൾ, ആൻഡ് ഇവർക്ക് ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, സോ ദാറ്റ് ദേ വിൽ ബിക്കം യൂസ്ഫുൾ സിറ്റിസൺസ് ഫോർ ദ കൺട്രി എന്നാണ് ദീപ മാലിക് പറയുന്നത്. സോ ഇത്രയുള്ളൂ ഇൻ്റർവ്യൂ. മെയിൻ പോയിൻറ്റ്സ് ഞാൻ നോട്ട്സ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.